ഹലോ. ബബ്ബബ്ബ കണ്ടു. എൻ്റെ ഒരു ഒപ്പീനിയനാണ്. വലിയ മോശ പടം എന്ന് ഞാൻ പറയില്ല, ഒരു നല്ല പടം എന്ന് ഞാൻ പറയില്ല. ഒരു വൺ ടൈം വാച്ചബിൾ തിയേറ്ററിൽ നിന്ന് കാണണം. നമുക്ക് OTT കണ്ടിട്ട് കാര്യമില്ല. കാരണം ലാലേട്ടൻ്റെയും ദിലീപിൻ്റെ അഴിഞ്ഞാട്ടം കാണണമെങ്കിൽ അവിടെ പോകണം, അത്രേ ഉള്ളൂ. അഴിഞ്ഞാട്ടം പറഞ്ഞാൽ അതൊരു വളരെ കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഫസ്റ്റ് ഹാഫ് തുടങ്ങുന്നത് ബേസിൽ ജോസഫിൻ്റെ വോയിസ് ഓവറിലാണ്. അതിങ്ങനെ പോവുക. അത് കഴിഞ്ഞിട്ട് ഒരു കുട്ടികൾക്ക് ഇത് കൈമാറുമ്പോൾ കുട്ടികളാണ് പിന്നെ കഥ പറയുന്നത്. ആ കുട്ടികളുടെ ആ ഒരു കഥ പറച്ചിൽ എനിക്ക് വലിയ നമുക്ക് കണക്റ്റ് ആയില്ല, നമുക്ക് ഒരു കല്യാണമായിട്ട് തോന്നി. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ വിനീത് വരുന്നു, ധ്യാൻ വരുന്നു, പിന്നെ ബൈജുവിൻ്റെ ക്യാരക്ടർ ഭയങ്കര സെറ്റ് ക്യാരക്ടർ. ആൾക്ക് കൊടുത്ത് നന്നായിട്ട് വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത്ര പറയാം. പിന്നെ അതുപോലെ ആളുടെ ഭാര്യ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ദിലീപിൻ്റെ ചെറുപ്രായം അഭിനയിച്ച ഒരു ചങ്ങായിയുണ്ട്, അത് ആരാണെന്ന് എനിക്ക് നല്ല രീതിക്ക് പെട്ടായിട്ട് അഭിനയിച്ച് വെച്ചിട്ടുണ്ട്, ഒന്നും പറയാല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഫസ്റ്റ് ഹാഫിൽ ഇൻ്റർവെല്ല് പക്കയായിട്ട് കോറിയോഗ്രാഫറാണ്. ഫൈറ്റ് നല്ല ഫ്രെയിംസ്, നല്ല ഹാർഡ് വർക്ക്, എല്ലാം പക്ക. മ്യൂസിക്കിന് കൊണ്ടേ കളഞ്ഞു. അതായത് സോന പാട്ട് മാത്രം വേണ്ട എടുത്ത് അവരെന്ത് ചെയ്തു, വേറെ എക്സ്ട്രാ 2 പാട്ടും ആഡ് ചെയ്തു. അത് അബീര് പരിപാടിക്ക് കുഴച്ചങ്ങോട്ട് വെച്ചു. അതിലൊരു മിസ്റ്റേക്കാണ്. പക്ഷേ ഫൈറ്റിൽ അത് ബാധിക്കും. നമുക്ക് കാണുമ്പോൾ നല്ല രസത്തിൽ നമുക്ക് കണ്ടിരിക്കുക ഫൈറ്റ്. അതുപോലെ തന്നെ നല്ല പവർ പാക്കഡ് ആയിട്ട് തന്നെ അവർ ഫസ്റ്റ് ഹാഫ് അവസാനിപ്പിച്ചു. നല്ല രസമുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ വീണ്ടും കുട്ടികൾ കഥ പറയാൻ തുടങ്ങി. അപ്പോഴും ഒരു കല്യാണം തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ വരുന്നു. ലാലേട്ടൻ്റെ ഇവൻ പ്രാന്തനാണല്ലോ, അത് ആ പ്രാന്തൻ എങ്ങനെ പ്രാന്തനായി എന്നൊക്കെ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ മിസ്ലീഡർ തരുന്നു, നമുക്ക് ഫുൾ പറഞ്ഞു തരില്ല. അത് കണ്ട് ലാലേട്ടൻ വരുന്നു. ലാലേട്ടൻ്റെ ഇൻട്രോ പക്കയായിരുന്നു, നല്ല ഇൻട്രോ. പക്ഷേ എന്താ പറയുക, BGM കൊണ്ടൊക്കെ തുഴച്ചു. നല്ലൊരു BGM ആണെങ്കിൽ ആ ഇൻട്രോ ഏത് ലെവലിൽ പോകണ്ടെന്നറിയോ, എന്താ പറയുക. കാരണം ഇവർ ഷാൻ റഹ്മാൻ മോശം ചോയ്സ് ആയ കാരണം ഗോപി സുന്ദറെ ഏൽപ്പിച്ചു. പക്ഷേ ഗോപിക്ക് ലാസ്റ്റ് കുറച്ചല്ലേ ടൈം കിട്ടിയുള്ളൂ, അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ലാലേട്ടൻ്റെ കാര്യങ്ങൾ, ലാലേട്ടൻ്റെ ഏരിയയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കണ്ട് ലാലേട്ടൻ്റെ ഇത് കണ്ട് വീണ്ടും കഥയിലേക്ക് വരുമ്പോൾ അതങ്ങനെ പോവുക. അതും കുറച്ച് അവർ മിസ്ലീഡ് ചെയ്യുക, ഇതാണ് കഥ പറഞ്ഞിട്ട് അത് മാറ്റി പിടിക്കുക അങ്ങനെ. പിന്നെ പോലീസ് സ്റ്റേഷൻ ഒരു ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിലൊരു സംഭവമുണ്ട്. അതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ അതിൻ്റെ ഇതാണ് സിനിമാറ്റോഗ്രാഫി, ആർട്ട് വർക്ക്, അതിൻ്റെ കൊറിയോഗ്രാഫി ഭയങ്കര രസമുണ്ടായിരുന്നു അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് പോയി ഇമോഷണൽസൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. മോഹൻലാലായാലും അതുപോലെ നമ്മുടെ ദിലീപേട്ടനായാലും നന്നായി ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ കുറ്റമൊന്നും പറയാല്ല. പിന്നെ ഇത് അതിന് മോട്ടീവ് ഉണ്ടല്ലോ, ഇതിന് മോട്ടീവ് സംഭവം അത് പ്രാന്തനാണ്. ആ പ്രാന്തന് അതെങ്ങനെയാണ് ആ പ്രാന്ത് ഉണ്ടായത്, ആ പ്രാന്ത് ഉണ്ടായ ഒരാൾക്ക് അത് മതി മോട്ടീവ്, മനസ്സിലായോ? അതെനിക്ക് കറക്റ്റ് കണക്ഷൻ കിട്ടി ആ ഒരു മോട്ടീവിന്. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു ലീഡ്, അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അത് കാണുമ്പോൾ രസമുണ്ടായിരുന്നു. പക്ഷെ അത് എന്തിനാ പറയുള്ളൂ, കാണുമ്പോൾ രസമുണ്ട്, പക്ഷെ ഒന്നിനും കൊള്ളില്ല.